സംസ്ഥാനത്ത് SSLC പരീക്ഷ അവസാനിച്ചു. 4 ലക്ഷത്തിൽ പരം കുട്ടികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. സംസ്ഥാനത്ത് SSLC പരീക്ഷയ്ക്ക് സമാപനമായി. 4 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളാണ് ഇത്തവണ പരീക്ഷ എഴുതിയത്. മലപ്പുറം ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ വിദ്യാർത്ഥികൾ പരീക്ഷ എഴുതിയത്. ഏറ്റവും കുറവ് കുട്ടനാട് വിദ്യാഭ്യാസ ജില്ലയിലും. SSLCക്ക് സംസ്ഥാനത്തെ 2964, ലക്ഷദ്വീപിൽ 9, ഗൾഫ് മേഖലയിൽ 7 കേന്ദ്രങ്ങളിലായി 4,27,021 വിദ്യാർത്ഥികളാണ് റെഗുലർ വിഭാഗത്തിൽ പരീക്ഷ എഴുതിയത്. ഇവരിൽ 2,17,696 ആൺകുട്ടികളും 2,09,325 പെൺകുട്ടികളുമാണുള്ളത്. മാർച്ച് 2-നാണ് 10ാം ക്ലാസ് പരീക്ഷ ആരംഭിച്ചത്. ഏപ്രിൽ 3 മുതൽ 26 വരെ 72 കേന്ദ്രങ്ങളിൽ 2 ഘട്ടങ്ങളിലായാണ് ഉത്തരക്കടലാസുകളുടെ മൂല്യനിർണ്ണയം നടക്കുക. ആദ്യഘട്ടം ഏപ്രിൽ 3-ന് ആരംഭിച്ച് 11-ന് അവസാനിക്കും. രണ്ടാം ഘട്ടം ഏപ്രിൽ 21-ന് ആരംഭിച്ച് 26-നും അവസാനിക്കും. മൂല്യനിർണ്ണയ ക്യാമ്പുകളിലേക്ക് അഡീഷണൽ ചീഫ് എക്സാമിനർമാരുടെയും അസിസ്റ്റന്റ് എക്സാമിനർമാരുടെയും നിയമന ഉത്തരവുകൾ മാർച്ച് 10 മുതൽ പരീക്ഷാഭവൻ്റെ വെബ്സൈറ്റിൽ ലഭ്യമാക്കും. കേന്ദ്രീകൃത മൂല്യനിർണ്ണയത്തിന് മുന്നോടിയായുള്ള സ്കീം ഫൈനലൈസേഷൻ ക്യാമ്പുകൾ മാർച്ച് 3-ാം വാരത്തിൽ ആരംഭിക്കും. അവസാന ദിവസം അക്രമ സംഭവങ്ങൾ ഒഴിവാക്കാൻ പോലീസും കർശന നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിരുന്നു. വിദ്യാർത്ഥികൾക്കിടയിലെ ആഹ്ലാദ പ്രകടനം അതിരുവിടാതിരിക്കാൻ SSLC പരീക്ഷ അവസാനിച്ച ദിവസം കുട്ടികളെ നിരീക്ഷിക്കാൻ നടപടി സ്വീകരിച്ചിട്ടുണ്ടെന്ന് അധികൃതർ നേരത്തെ തന്നെ അറിയിച്ചിരുന്നു. കുട്ടികൾ തമ്മിലുള്ള അടിപിടിയും അനിഷ്ട സംഭവങ്ങളും വർദ്ധിക്കുന്ന സാഹചര്യത്തിൽ അതീവ ജാഗ്രത പുലർത്താൻ പ്രിൻസിപ്പൽമാർക്കും പ്രധാനാധ്യാപകർക്കും നിർദ്ദേശവും നൽകിയിരുന്നു. സ്കൂൾ ഗേറ്റിന് പുറത്ത് തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ നിന്നുള്ള സംരക്ഷണവും ഒരുക്കി. പരീക്ഷ അവസാനിക്കുന്ന സമയത്ത് സ്കൂളിലെത്താൻ എല്ലാ സ്കൂളിലെയും PTA എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾക്കും നിർദ്ദേശം നൽകി. അമിത ആഹ്ലാദ പ്രകടനം നടത്തി സ്കൂൾ സാമഗ്രികൾ നശിപ്പിച്ചാൽ ചെലവ് രക്ഷിതാവിൽ നിന്നും ഈടാക്കിയ ശേഷമേ വിടുതൽ സർട്ടിഫിക്കറ്റ് നൽകുകയുള്ളൂ എന്നും അധികൃതർ അറിയിച്ചിരുന്നു. ന്യൂസ് ഡെസ്ക് CTV പ്രാദേശിക വാർത്ത.